യോ ഹലോ വാട്ട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ലിയോ ഗെയിമർ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കണം വൺ ബ്ലോക്ക് പൊട്ടിച്ചു. വൺ ബ്ലോക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മളെ മിക്ക യൂട്യൂബേഴ്സും കളിച്ചിട്ടുണ്ട്. പിന്നെ അറിയാത്തവർക്കായി പറയാം, നമുക്ക് ഇവിടെ ഒറ്റ ബ്ലോക്കേ ഉള്ളൂ. ഈ ബ്ലോക്ക് പൊട്ടിക്കുമ്പോൾ നമുക്കിവിടെ വലുതാക്കാനുള്ള ബാക്സ് കിട്ടും. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ചെസ്റ്റ് വരും, ഡേർട്ട് വരും, നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വരും ഗൈസ്. ഇതിനകത്ത് നമുക്കൊരു ബെഡ്, രണ്ട് എന്തൊക്കെയോ ബുക്ക്, ഇമ്പോർട്ടൻ്റ് ഇതോ ബഗ് ഇതോ കരുതിയിരിക്കണം 2 ബുക്ക്. പിന്നെ ഈ ചെസ്റ്റ് പൊട്ടിക്കുമ്പോൾ വേറെ അടുത്തത് നമുക്കപ്പോൾ പ്ലാറ്റ്ഫോം ഇച്ചിരി വലുതാക്കാം. ഓക്കെ ഗൈസ്, എല്ലാവരും ലൈക്ക് ചെയ്യുക ഗൈസ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഹാർഡ് കോർ എപ്പിസോഡ് നമ്മൾ അടുത്ത് ചെയ്യണേ അയക്കാം. ഓക്കെ, ഇതൊക്കെ ഇതിനുള്ളിൽ തന്നെ ആക്കട്ടെ. ഇത് സാധാ ബുക്കാകാൻ പറ്റുമോ നമുക്ക്? ഓക്കെ, ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഇവിടെ കുറേ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയൊക്കെ. ഇപ്പം നമ്മൾ ഇതിലേക്ക് കിടന്നു, വുഡ് അതിലേക്ക്. ഇപ്പം നമ്മൾ പ്ലെയിൻസിലാണ്, അതാണ് ഇങ്ങനെ തന്നെ ഓരോരോ ഇതായിട്ടാണ്. ഏജ്, സാൻഡ്, ഡെസേർട്ട്, ഐസ് ബയോ, അങ്ങനെയൊക്കെയാണ് ഓരോരോ ഇത് വരുന്നത്. നമുക്ക് ഇച്ചിരി കൂടി ഇത് വലുതാക്കാം. ഇത് കുറേ ഉണ്ട് ഗൈസ്. ഞാൻ ഇതൊന്ന് ചുമ്മാ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് നോക്കി. അത് പറ്റുവാണെങ്കിൽ ഈ വീഡിയോ ഒക്കെ കാണിച്ചു തരാം ഗൈസ്. ഇതൊക്കെ തരാതെ. അപ്പം ഞാൻ ഇച്ചിരി മൈൻഡ് ചെയ്യട്ടെ ഗൈസ്, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വരുവാണെങ്കിൽ കാണിച്ചു തരാം. നമ്മുടെ ഫസ്റ്റ് മോപ്പ് ഷീപ്പ്. ഓക്കെ, അത് ഡാർക്കായി. ഫസ്റ്റായിട്ട് ഷീപ്പിനെ കിട്ടി. നമുക്ക് ഇതുവരെയൊക്കെ ചെറുതായിട്ടത് പ്ലാറ്റ്ഫോം വലുതായി കൊടുക്കാം. ഇത് കുറേ മോബുണ്ടാവും ഗൈസ്, ഏറ്റവും കൂടുതൽ പിഗ്ഗാന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഒരു ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കാം. ഒരു ക്രാഫ്റ്റ് ടേബിൾ ഇതും വുഡാക്കി ചെസ്സിക്കൊണ്ടാക്കി ചെസ്റ്റിൻ്റെ ഉള്ളിലേക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ ഇട്ടിട്ട് ചെസ്റ്റിൻ്റെ ഉള്ളിലേക്ക് സ്റ്റിക്ക്, ഫുഡ്, ക്ലേയും വെച്ച് നമുക്ക് ബ്രിക്ക് ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. അത് ഞാൻ ഈ ഇടയ്ക്ക് പഠിച്ച സാധനം. ഇനി ഈ ഷീപ്പിനൊന്ന് ഉള്ളിലാക്കണം നമുക്ക്. ഞാൻ പിന്നെ എൻ്റെ വേൾഡ് കാണിച്ചാൽ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന വേൾഡ് വൺ ബ്ലോക്ക് ഗൈസ്. ഇതേ നമ്മുടെ ആ വേൾഡ് വന്നു. അത് ഞാനൊരു സീനാക്കി കേട്ടോ. ഇവിടെ ഇങ്ങനെ പൊളിക്കാൻ ഇതാക്കി. പിന്നെ അത് ഒരു ഇത് മോപ്പ് ഫാം, പിന്നെ ഒരു പട്ടിയെ പേരിടണം ഗൈസ്. പിന്നെ ഈ വേൾഡ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള നമ്മൾ ഒരു ഇതും കളിച്ചു. അതുകൊണ്ട് ഈ വേൾഡ് ഞാനൊന്നും നോക്കാനുള്ള ഗൈസ്. ഇതിനകത്ത് ലാവ ഇട്ടും കണ്ടെടുത്തോളം നമുക്കൊന്ന് പാർക്കോർ ചെയ്യാം. യെസ് ഞാൻ കിങ്ങാണ് ഗൈസ്, ഭയങ്കര. പിന്നെ ഫുൾ സെറ്റ് ചെയിൻ ആർമർ കിട്ടിയിട്ട്, പിന്നെ ഇതിൽ നിന്ന് തന്നെ ആർമറൊക്കെ തരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് ചത്താലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് മറ്റേ വേൾഡുണ്ട്. ഒന്ന് പോയി ചാവണ്ട. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇത് ഇത്രേ ഉള്ളൂ. ഞാൻ കളിക്കണ ബേറ്റയാണ് ഗൈസ്. ഞാൻ ഈ വൺ ബ്ലോക്ക് കളിക്കണേന്ന് പറഞ്ഞാൽ ബേറ്റയിലാണ്. നമുക്ക് ക്രിയേറ്റീവിലേക്കൊക്കെ ആക്കാനൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. പക്ഷെ ക്രിയേറ്റീവ് നമ്മൾ കൊടുത്താലും ക്രിയേറ്റീവ് ഒന്നുമില്ല, ഒന്നും ഇൻവെൻട്രീനകത്തൊന്നുമില്ല. കണ്ടോ ഗൈസ്, നമ്മുടെ രണ്ടാമത്തെ ഷീപ്പും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവന്മാർ തട്ടിയിട്ട് പോണയ്ക്ക് മുമ്പ് നമുക്ക് അവിടെ ഇച്ചിരി വലുതാക്കാം. നമുക്ക് ഒരു ഇതുണ്ടാക്കാം ഗൈസ്, ഫാം ഉണ്ടാക്കാം. അപ്പോൾ ഈ വീട് ചിലപ്പോൾ ഇച്ചിരി ലെങ്ത് ആയിരിക്കാം ഗൈസ്. നമുക്ക് ഇത് വുഡ് പോവുകയാണെങ്കിൽ തന്നെ കിട്ടും. ഇപ്പോൾ പ്ലെയിൻസ് ആയതുകൊണ്ട് നമുക്ക് കിട്ടും. സാധാരണ ചുമ്മാ ചെയ്യുമ്പം തന്നെ പ്ലെയിൻസാണ് ഗൈസ്. പിന്നെ ഇതൊക്കെ കിട്ടാനാണ് ഇച്ചിരി പാട്. ഒട്ടുമൊത്തം തീർന്നോ?
സീനായി. ഫുഡുണ്ടല്ലോ, ഫുഡുണ്ട്. ഇതേ കയ്യിലിരിക്കണം. 4 വേണം. ഒരുത്തം പോയോ? തള്ളിയിടുമെന്നാണ് കണ്ടിട്ട് എനിക്ക്. ഇത് സീന ഗൈസ്. 1 ബ്ലോക്ക് നോട്ട് ഈസി. നമ്മൾ സ്കൈ ബ്ലോക്ക് കളിച്ചാലും ഇവനിപ്പോൾ തട്ടിയിടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവനെ ഒന്ന് മാറ്റി ഇങ്ങോട്ടൊന്ന് നമുക്ക് വേഗം ഡിഗ് ചെയ്യാം. അപ്പത്തിന് ഇച്ചിരി വുഡ് കിട്ടുവാണെങ്കിൽ നൈസായനെ. സ്ഥലം മാറിപ്പോയേനെ. ഇപ്പം ഞാനും പോയേനെ. നമ്മുടെ ആദ്യത്തെ ചവലിപ്പോൾ തന്നെ ആയേനെ. ഓക്കെ, നമുക്ക് മൈൻഡ് ചെയ്യാം. നമുക്കൊരു കൗവിനെ കിട്ടി ഗൈസ്. ഇതിനകത്ത് സോംബിയൊക്കെ വരും ഗൈസ്. ചിക്കൻ കിട്ടി, കൗ കിട്ടി, ഒരു ഷീപ്പ് പോയാ. വുഡ് പ്ലീസ്. യെസ് മതി. ഇത് മതി. ഇവനിതാക്കുക. ഒരു ഫെൻസ് 3 കൂടി. ഇത് ഒന്നും ചെയ്യാനും പറ്റില്ല. ഒരു സാധനം ചെയ്യട്ടെ. നമുക്ക് ഷീപ്പിനെ ഇപ്പം ആവശ്യം ഒരു ബെഡ് ഉണ്ടാക്കാൻ. പിന്നെ കൗവ് നമുക്ക് മഷ്റൂം കൗ കുറേ കിട്ടും. പിന്നെ അവനെ ഷിയർ ചെയ്യിപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഡാർക്കാ ഗൈസ്. നോക്കുവാണെങ്കിൽ ഫെൻസ് ഗേറ്റ് ഇവിടെ ഒരെണ്ണം തന്നെ വേണം. 2 കൂടി വേണം. മുമ്പ് ഇവന്മാർ ചാവാതെ ഇരുന്ന ഇവന്മാർക്ക് നല്ലത്. ഗൈസ് നമുക്കൊന്ന് മൈൻഡ് ചെയ്യട്ടെ. ഒരു ഇത് റെഡിയാക്കട്ടെ. അപ്പം നിങ്ങൾക്ക് ഗൈസ് ഫൈനലി നമ്മൾ അവരെ 3 പേരെയും കയറ്റി. പക്ഷെ 2-3 എണ്ണങ്ങൾ ചാടിപ്പോയി. ഞാനും ചാടിപ്പോണ്ടേ. അത് എന്താ ഭാഗ്യം, രക്ഷപ്പെട്ടു. ഈ ആട് ചാടിപ്പോണ്ടേ ആന്നു. പിന്നെ നമുക്കൊരു ബോൺ മീൽ കിട്ടി. ക്ലേ ഒക്കെ എടുത്ത് വയ്ക്കാം. ഇതൊക്കെ എടുത്ത് വയ്ക്കാം. വുഡൊക്കെ എടുത്ത് വയ്ക്കാം. വുഡൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കണ്ടിട്ട് തോന്നണം. ഫുഡ് കുറേ കിട്ടുന്നുണ്ട്. പിന്നെ പംകിൻ വേണമെങ്കിൽ സീഡാക്കാൻ പറ്റും. പിന്നെ പ്ലാറ്റ്ഫോം ഇച്ചിരി വലുതാക്കും ഗൈസ്. നമുക്കത് വലുതാക്കട്ടെ ഒന്ന്. അപ്പോൾ ഗൈസ് നമ്മളിതേ ഒരു വിധം വലുതാക്കി പ്ലാറ്റ്ഫോം മൊത്തം. നമുക്കിപ്പോൾ ഒരു വിശാലമായി നടക്കാം. ഇപ്പോൾ ഡേർട്ടൊക്കെ നമ്മൾ ഉള്ളിൽ വെക്കട്ടെ ഗൈസ്. ഡേർട്ട് ഒരു വിധം കഴിയുമ്പോൾ എല്ലാം ഡേർട്ട് തീരും. നമുക്കിവിടെ ഒരു നല്ലൊരു റൗണ്ട് ഷേപ്പ് ബേസ് പോലെ സെറ്റാക്കാനാണ് ഞാൻ നോക്കണേ. അപ്പോൾ സെറ്റാക്കണം നമുക്ക് പറ്റുവാണെങ്കിൽ തന്നെ. ഇത് ഡയമണ്ടൊക്കെ കിട്ടും നമുക്ക്. ഇപ്പോൾ നല്ല മഴയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇച്ചിരി ടൈം ലാപ്സ് കാണാം. ഗൈസ് നിങ്ങൾ ടൈം ലാപ്സിൽ കണ്ടു കാണും. നമുക്ക് ഒരു ഫസ്റ്റ് ഒരു ഇങ്ങനെ എന്തൊക്കെയൊക്കെ പോണ എഫക്ട്സ് ഒക്കെ പോണ ഒരു ഇത് കിട്ടി. പിന്നെ കൗകൾ കയറാൻ കിട്ടി. അവനെ കയറ്റണം. പക്ഷേ ഞാൻ ഇപ്പം കയറ്റല്ല. ഇതിൻ്റെ ഉള്ളിൽ വാട്ടർ ഒരു കോബിൾ സ്റ്റോൺ ജനറേറ്ററൊക്കെ സെറ്റാക്കാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ. സാപ്ലിംഗ് കൊണ്ട് യെസ് സാപ്ലിംഗ് കൊണ്ട് നമുക്ക് ആദ്യം തന്നെ പോയി ഒരു മരം നടാം. ഒരെണ്ണം ഇവിടെ നിൽക്കട്ടോ ഗൈസ്. ഞാൻ ആ വീറ്റ് ഒന്ന് എടുക്കട്ടെ. മരം മൊത്തം ശല്യമായിരിക്കും ഗൈസ്. ഫൈനലി നമ്മൾ കൗരയും കയറ്റി. 1 ബ്ലോക്ക് സിമ്പിളാണ് നോക്കുവാണെങ്കിൽ. പക്ഷേ ഇത് കുറേ മൈൻഡ് ചെയ്യാണ്ട് ഗൈസ്. എൻ്റെ ഇതൊരു വിധം സെറ്റാവും. എന്തോ ഒരു കേസ് മൈൻഡാണ് ഞാൻ ഗൈസ്. ഇത് ഞാൻ കളിക്കണ ബേറ്റയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടിയിലേക്കൊന്ന് പോയി നോക്കാം.
നമുക്കാണെങ്കിൽ അടിയിൽ ഇച്ചിരി ബ്ലോക്ക് ഇടാൻ പറ്റും. ഇതൊക്കെ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. ഇത് ഡേർട്ടും മാത്രം എൻ്റെ കയ്യിൽ മതി. ഈ ബുക്കിനെ അതെ ഞാൻ ഇവിടെ ആയിട്ടൊരു ഹോളിടാം. ഇവിടെ എടുക്കാൻ പറ്റുമോ? അല്ല വേണ്ട മുകളിൽ പോയാൽ മതി. എത്തോ മുകളിൽ ഗൈസ്. ഞാൻ ഉദ്ദേശിക്കണ ഇതിൻ്റെ അടിയിൽ നമുക്കിച്ചിരി ഇതൊക്കെ ചേർത്തിട്ട് ബക്കറ്റ് ഉള്ളിലാക്കട്ടെ. ബക്കറ്റ് ഇമ്പോർട്ടൻ്റാണ്. ഡേർട്ട് കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. ഡേർട്ട് ഇതും കൂടി കൈ പിടിക്കാം. എന്നിട്ട് നമുക്ക് അടിയിൽ ഒരു ഇത് സെറ്റാക്കാം. പെട്ടു ചെറുതായിട്ട് ഞാൻ സ്ക്രീനൊന്നും മാറ്റാൻ നോക്കിയതാ, അതാ പറ്റിപ്പോയി. ഗൈസ് ഇവിടെയാണ് നമുക്ക് ആവശ്യം. ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ ബ്ലോക്ക് ഇടണം. ഇച്ചിരിയും കൂടി താഴെ പോയി ഇവിടെ ഒരു ബ്ലോക്ക്. ഇങ്ങനെ മതിയാവുന്നില്ലേ? ഇങ്ങനെ വെച്ചിട്ട് പറ്റണത്ര ഇവിടെ തന്നെ ഒന്ന് സെറ്റാക്കി ഇത് മതി. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളൂ. ഒരു മുട്ട എറിഞ്ഞു നോക്കാം ഇങ്ങോട്ട്. ഓക്കെ, ഒന്നുമില്ല. അടുത്ത മുട്ട എറിഞ്ഞു നോക്കാം, ഒന്നുമില്ല. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ 1 ബ്ലോക്ക് സീരീസ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ. അപ്പം ബൈ ഗൈസ്, ബൈ. അറിയാൻ മറക്കും. ബൈ. ഒന്നും